ഖത്തറിലെ ഇസ്രയേൽ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഭീഷണിയായെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. UAE പ്രസിഡന്റുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് ഇസ്രയേലിന്റെ നടപടിയെ ഫ്രഞ്ച് പ്രസിഡന്റ് വിമർശിച്ചത്. വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമങ്ങളെ ശക്തമായി എതിർക്കുമെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. ഒമാൻ, ഖത്തർ, ബഹ്റൈൻ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷമാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഫോണിൽ സംസാരിച്ചത്. ഇസ്രയേലിന്റെ നടപടികളെ ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു. ഇത്തരം പ്രവർത്തികൾ മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വെല്ലുവിളിയാണെന്ന് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. സ്വതന്ത്ര പലസ്തീനു വേണ്ടി അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്ന് ഫോൺ സംഭാഷണത്തിൽ ഷെയ്ഖ് മുഹമ്മദ് നിർദ്ദേശിച്ചു. മിഡിൽ ഈസ്റ്റിൽ സമ്പൂർണ്ണ സമാധാനം കൊണ്ടുവരാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശ്രമം പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നും ദ്വിരാഷ്ട്ര തീരുമാനത്തിനെതിരാണെന്നും ഇമ്മാനുവൽ മാക്രോൺ അഭിപ്രായപ്പെട്ടു. ഇസ്രയേൽ ആക്രമണം നടന്ന് 24 മണിക്കൂറിനകം UAE പ്രസിഡന്റ് ദോഹയിലെത്തിയിരുന്നു. ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ച് ഇക്കാര്യം ചർച്ച ചെയ്തു. ഇസ്രായേലിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട്. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി ദോഹയിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, അബുദാബി.